25 വർഷം മുമ്പ് ദൃശ്യ TV എന്ന് പറയുന്ന ഒരു ചാനൽ ആരംഭിക്കുമ്പോൾ അത് പിടിച്ചു നിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൂട്ടായ്മ മാത്രമായിരുന്നു. ഒരു മാധ്യമരംഗത്തേക്കുള്ള കടന്നുവരവായിരുന്നില്ല. അത് ഒരു സ്വയം തൊഴിലെന്ന രീതിയിൽ ഇറങ്ങി വന്നിട്ടുള്ള ഒരു മേഖലയിൽ ആ മേഖലയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന തരത്തിലേക്ക് മറ്റ് വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുവരവിൽ നിലനിൽപ്പിനുള്ള ഒരു ഒത്തുചേരലായിരുന്നു അന്ന് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തുടക്കമുണ്ടാക്കാനുള്ള കാരണം. 3 അംഗങ്ങൾ മാത്രമായിരുന്നു അന്ന് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ ആ പിടിച്ചു നിൽപ്പിന് വേണ്ടി രൂപം കൊടുത്തൊരു പ്രസ്ഥാനം മാധ്യമരംഗത്തേക്ക് കൂടി കടക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തെ ഈ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുകൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അന്ന് ആ ചാനലിൻ്റെ അടിയിൽ ഞങ്ങളൊരു ക്യാപ്ഷൻ കൂടി എഴുതി ചേർത്തു. നാടിൻ്റെ സ്പന്ദനത്തിലേക്ക് തിരിയുന്ന കണ്ണാടി എന്നായിരുന്നു അത്. ആ മാധ്യമത്തെ ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, സാധാരണക്കാരൻ്റെ ജീവിത മാർഗത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തലങ്ങളിലേക്കും ഞങ്ങളുടെ ക്യാമറകൾ ചലിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് 25 വർഷത്തിനിപ്പുറം, അല്ലെങ്കിൽ അതിൻ്റെ 25ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ഒരു ജനകീയ ബദൽ സംവിധാനമായി ഈ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കുവാനും രാജ്യത്താകമാനമുള്ള ചെറുകിട കച്ചവട മേഖലകൾക്ക് ഭീഷണിയാകുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ഒരു താക്കീത് നൽകി രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇൻ്റർനെറ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ 6ാമത്തെ പട്ടികയിൽ ഇടം നേടാനും ദൃശ്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ആകത്തുകയായ കേരള വിഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ടാണ്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ പരസ്പരം മത്സരിച്ചിരുന്നു എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ചെറിയ ചെറിയ വ്യവസായങ്ങളായിരുന്നു. ചെറിയ മുതൽ മുടക്കുകൊണ്ട് തുടങ്ങി വെച്ച ചെറിയ പ്രസ്ഥാനങ്ങൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നീട് ആ പ്രസ്ഥാനത്തെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 25 വർഷത്തെ അവൻ്റെ ജീവിതം കൊടുക്കുമ്പോൾ കിട്ടിയ തുകയാണ് ഇന്ന് രാജ്യത്ത് കാണുന്ന ഡിജിറ്റൽ ഇൻ്റർനെറ്റ് വ്യവസായ മേഖലയിലുള്ളായ മുഴുവൻ വിപ്ലവകരമായ മാറ്റങ്ങളും അതിൻ്റെ ഭാഗത്തുകയാണ്. ഇന്ന് ഞങ്ങൾ മത്സരിക്കുന്നത് റിലയൻസിനോട് മത്സരിക്കുന്നു, എയർടെല്ലിനോട് മത്സരിക്കുന്നു, ടാറ്റയോട് മത്സരിക്കുന്നു, ബിർളയോട് മത്സരിക്കുന്നു. പക്ഷെ അത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ആ മത്സരത്തെ അതിജീവിക്കാൻ ഈ സാധാരണക്കാരൻ്റെ കൂട്ടായ്മയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ ഡിജിറ്റൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡർമാരൊക്കെ ഇന്ന് ജിയോ പോലെയുള്ള സംവിധാനങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ വ്യത്യസ്തമായ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ നമ്മുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, രാജ്യത്തെ ടോട്ടൽ ഡിജിറ്റൽ ഇൻ്റർനെറ്റ് വിപ്ലവ രംഗത്ത് ജിയോ വലിയ തരത്തിലേക്ക് 53% മുന്നേറുമ്പോൾ കേരളത്തിൻ്റെ ഗ്രാഫ് എടുത്ത് പരിശോധിക്കുമ്പോൾ അത് 18% മാത്രം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായ നേട്ടങ്ങൾ ഞങ്ങൾ ഉപഭോക്താക്കളുടെ മുന്നിലേക്ക് വെച്ചിട്ടില്ല, പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടില്ല. 25 വർഷം ഞങ്ങൾ ഈ നാടിനോട് ചേർന്ന് നിന്നവരാണ്. ഇന്നൊരു പക്ഷേ 25 വർഷത്തെ ഈ ആഘോഷവേളയിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് ഒരു ട്രസ്റ്റുമായി അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ എത്രയോ വർഷമായി പേരിടാത്ത ഈ സമൂഹത്തിനോടൊപ്പം ഒരു പേരുകളും ഒരു ലേബലുകളും ഇല്ലാതെ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. പലപ്പോഴും സമൂഹവും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട തലങ്ങളിലായ ഏതെങ്കിലും തലങ്ങളിലൊക്കെ, അത് രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം, ഭരണ സംവിധാനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാതെ വയ്യ. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ 8 വർഷ കാലയളവിൽ മാത്രമാണ്. ഈ ഗവൺമെന്റിൽ നിന്നുണ്ടായിട്ടുള്ള ചെറിയ ഒരു പിന്തുണ കിട്ടിയിട്ടുള്ളത്. ആ പിന്തുണ കൊണ്ടാണ് ഒരു പക്ഷേ ജിയോ അടക്കമുള്ള സംവിധാനങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്.
ഒരു പേരിടാതെ, ഒരു ലേബലില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ഒരു ലേബലില്ലാതെ, ഏറ്റവും ഒടുവിലെ ഉദാഹരണം കേരളത്തിൽ കൊണ്ടാടി വന്ന നമ്മൾ ഭവിച്ചുപോയ 2 ദുരന്തങ്ങൾ, ഒന്ന് പ്രളയമായിരുന്നു, മറ്റൊന്ന് ലോകത്തെ മുഴുവൻ പിടിച്ച് ഉലുക്കിയ കോവിഡ് എന്ന മഹാമാരിയായിരുന്നു. ഈ 2 കാലയളവിലും, കോവിഡ് കാലയളവിലും പ്രളയം കാലയളവിലും, ഞങ്ങളുടെ ജീവിതം പോലും, ഞങ്ങളുടെ ജീവനെ പോലും മറന്ന് ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രളയ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു കേബിൾ TV ഓപ്പറേറ്റർ കൂടിയുണ്ട്. അത് അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചു പോയൊരു ദുരന്തമല്ല. ഇതേ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മിലിറ്ററിയുടെ കൂടെ അയാൾ ഇറങ്ങിത്തിരിച്ച ആ വ്യക്തി ഞങ്ങൾക്കൊപ്പമുള്ള വ്യക്തിയായിരുന്നു. ഈ നാട്ടിലെ ജിയോ അടക്കമുള്ള സംവിധാനങ്ങൾ, എയർടെൽ അടക്കമുള്ള സംവിധാനങ്ങൾ, ടാറ്റ അടക്കമുള്ള സംവിധാനങ്ങൾ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ വൻകിട കോർപ്പറേറ്റുകളൊക്കെ ഈ കാലയളവിൽ മുഖം തിരിച്ചു നിന്ന സമയത്ത് പോലും കുട്ടികളുടെ പഠനത്തിന്, സാധാരണക്കാരൻ്റെ ജീവിതോപാധിക്ക്, അവൻ്റെ തൊഴിലിന്, അവൻ്റെ മറ്റെല്ലാ തലങ്ങളിലുമുള്ള കമ്മ്യൂണിക്കേഷന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വന്നവർക്കുള്ള ജോലിക്കൊക്കെ ഞങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവൻ അവഗണിച്ചുകൊണ്ട് ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നത്. അതിൻ്റെ ഫലം ഞങ്ങൾക്കുണ്ട്. ഇന്ന് രാജ്യത്തെ 6ാം സ്ഥാനമാണ് കേരളത്തിലുള്ള ഈ കൊച്ചു പ്രസ്ഥാനത്തിലുള്ളത്. ജിയോ 1-ൽ നിൽക്കുമ്പോൾ 12-ൽ തുടങ്ങിയ ഞങ്ങൾ കഴിഞ്ഞ വർഷം അത് 6ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടാൻ പറ്റിയത് ഈ സമൂഹത്തെ ഞങ്ങൾ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ്. ഈ സമൂഹം ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതുകൊണ്ടാണ്. അതും ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ്. തുടർന്ന് അങ്ങനെ ഒരു മുന്നോട്ട് പോക്കിന് ഉറപ്പായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായ സാഹചര്യമുണ്ട് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി. കാരണം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ചെറിയ ഒരു വ്യവസായം എന്ന രീതിയിൽ ഇതിനെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി പല കോണുകളിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും വൻകിട കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ, ജിയോയ്ക്ക് മുമ്പിൽ, റിലയൻസിന് മുമ്പിൽ, ലോക ശതകോടീശ്വരന്മാരുടെ മുമ്പിൽ, റിലയൻസിനെ കുറിച്ച് നമുക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിൽ എൻ്റെ ശബ്ദം ആരാൽ ഉയർന്നു കേൾക്കണമെന്ന് ഈ രാജ്യത്തെ വെല്ലുവിളിച്ച ഒരു മനുഷ്യന്റെ മുമ്പിൽ സാമ്പത്തികമായി പടവെട്ടി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് കഴിയുകയില്ല. പക്ഷേ ഞങ്ങൾ പടവെട്ടി പോകുന്നത് ഞങ്ങളുടെ 30 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ഉപഭോക്താക്കളെ, ആ കുടുംബങ്ങളെ, 1.5 കോടിയോളം വരുന്ന ഞങ്ങളുടെ പ്രേക്ഷകരെ ചേർത്ത് പിടിച്ചിട്ട് തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ട് വരുമ്പോൾ, ഇവിടെ ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ, ഒരു ചാരിറ്റിയുമായി ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പ്രത്യേകമായി ഒരു ലാഭേച്ഛയുമില്ല. ചാരിറ്റി നമുക്കറിയാം. ഒരുപക്ഷെ ഇന്ന് 2 വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് ജീവകാരുണ്യ പ്രവർത്തനായ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിട്ടുള്ള അബ്ബാ മോഹൻ, മറ്റൊന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഞങ്ങളുടെ ഒരു പുരസ്കാരമെന്നൊന്നും അതിനെ പറയാൻ കഴിയില്ല, ഞങ്ങളുടെ ഒരു സ്നേഹം സ്വീകരിക്കാൻ എത്തിയിട്ടുള്ള പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തക കൂടിയായിട്ടുള്ള ദയാബായി അമ്മ. പഠിക്കേണ്ട ജീവചരിത്രം, അവഗണനകളെ ഒഴിച്ചു മാറ്റിയത്, നിരന്തരമായി പടവെട്ടി ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി, സുഖസൗകര്യങ്ങളെ വലിച്ചെറിഞ്ഞ്, ആ സുഖസൗകര്യങ്ങൾ ഇതല്ല ശരിയെന്ന് പറഞ്ഞ് തൻ്റെ ജാതികൾ മാറ്റിവെച്ചു, മതങ്ങൾ മാറ്റിവെച്ചു, എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും മാറ്റിവെച്ച് പടവെട്ടി പൊരുതി വന്നപ്പോഴാണ് ദയാബായി അമ്മ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തിത്വം മാറിയത്. അത് ഒരു ദിവസം കൊണ്ട് മാറിയതല്ല, ആരാലും സ്പോൺസർ ചെയ്ത് മാറ്റിയതുമല്ല. അതേ പ്രവർത്തനങ്ങളുടെ മറുവശമാണ് രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഡിജിറ്റൽ ഇന്റർനെറ്റ് എന്നൊക്കെ ഇന്ന് പേരിട്ട് വിളിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ചരിത്രം അങ്ങനെ തന്നെയാണ്. അവഗണനകളിലൂടെ, നിരന്തരമായി അവഗണിച്ച്, പരിഗണിക്കാതെ, തള്ളിക്കളഞ്ഞ് അവിടെ നിന്നൊക്കെ തന്നെയാണ് ഇന്ന് രാജ്യത്തെ എല്ലാ തലത്തിലും പ്രോത്സാഹിപ്പിക്കാൻ 4 ചുറ്റും ആളുകൾ നിൽക്കുന്ന റിലയൻസിനെ പോലുള്ള സംവിധാനങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഈ നാട് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ഇനിയും ഈ നാടിനെ ചേർത്ത് പിടിച്ച്, അതാണ് ഒരു ചാരിറ്റിക്ക് രൂപം കൊടുക്കുമ്പോൾ, ദൃശ്യ TV ഒരു ചാരിറ്റി നാളെ മുതൽ തുടങ്ങുകയല്ല, 50,000 കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചിട്ടാണ് ഒരു ചാരിറ്റി തുടങ്ങുന്നത്. ഇവിടെ താജ് ഗോപാൽ പറഞ്ഞൊരു സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ 50,000 കുടുംബങ്ങളുടെ ഭാഗമാണ് ഈ ദൃശ്യ. പക്ഷെ 30 ലക്ഷം കുടുംബങ്ങളെ ചേർത്ത് വെച്ചിട്ട്, 30 ലക്ഷം കുടുംബങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഇന്ന് വലിയ തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത മറ്റൊരു പ്രസ്ഥാനം കൂടിയാണ് കേരള വിഷൻ. ആ കേരള വിഷൻ രൂപം കൊടുത്ത ഒരു കമ്പനി കൂടിയാണ് ദൃശ്യം. ചരിത്രം 25 വർഷം പറയുമ്പോൾ
ദൃശ്യ TV നടന്നുപോയ വഴികൾ നിരവധിയാണ്. അവിടെ സാധാരണക്കാരൻ്റെ പരിവേദനങ്ങളും അവൻ്റെ സങ്കടങ്ങളുമായിരുന്നു ഞങ്ങളുടെ ക്യാമറകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാത്രമായിരുന്നില്ല ഞങ്ങളുടെ ചാനലുകൾ. ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾക്ക് വേണ്ടി പണം മേടിച്ചുകൊണ്ട് പേഡ് ന്യൂസ് കൊടുത്തവരല്ല ഞങ്ങൾ ഈ നാടിന് വേണ്ടി നിന്നവരാണ്. തീർച്ചയായിട്ടും ഈ വേദിയിൽ ഇനി ഒരു 2 മണിക്കൂറൂടെ തന്നാൽ ഞാൻ ഇതേ ചരിത്രം പറയും. പക്ഷെ അതിനുള്ള സമയമല്ല. നമുക്ക് വലിയ തരത്തിലുള്ളൊരു പ്രോഗ്രാം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ആമുഖ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം കൂടി, ഒരു പക്ഷേ ഒരു വ്യക്തിയെ ഇരുത്തിക്കൊണ്ട് പറയാൻ പാടില്ല എങ്കിൽ പോലും പറയാതെ വയ്യാത്തതുകൊണ്ട് ഞാൻ മാത്രം പറയാം. ഈ വേദിയിൽ മാത്രമല്ല, കൊല്ലം ജില്ലയുടെ നിരവധി പരിപാടികളിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വം ഉണ്ടാകണം. കാരണം മറ്റേതെങ്കിലും ഒരൊക്കെ തരത്തിൽ ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെയും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളുടെ പെയ്ഡ് ന്യൂസുകളുടെ കാലഘട്ടം. സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തനം എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് മറ്റുൽപാദന മേഖലകളിലേതെന്നതുപോലെ തന്നെ കച്ചവട മൂലധനം എന്നുണ്ടായോ അന്നു മുതൽ തന്നെ മാധ്യമ മേഖലകളിലെ മൂല്യച്യുതി അന്നു മുതൽ ഉണ്ടായതാണ്. മാധ്യമ മേഖലകളിൽ അതില്ല. സത്യസന്ധമായ ഒരു മാധ്യമം എടുത്തു കാണിക്കാൻ കഴിയില്ല. ഇവിടെ 2 മിനിസ്റ്റർമാരുണ്ട്. ആ 2 മിനിസ്റ്റർമാർ ഇന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി 8 ചാനലുകൾ നിരത്തി വെച്ചാൽ സത്യസന്ധമായ ഒരു വാർത്ത എവിടെയാണെന്ന് ഒരു ഉപഭോക്താവിന്, ഒരു പ്രേക്ഷകന്, ഈ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒരു മനുഷ്യനെ, വ്യക്തിത്വത്തെ എത്ര കണ്ട് അയാളുടെ രാഷ്ട്രീയ ജീവിതത്തെ, അയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള പൊതുപ്രവർത്തനത്തെ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു തലമുണ്ടെങ്കിൽ അവിടെയാണ് ഒരു ചാനലിന് റേറ്റിംഗ് ഉണ്ടാവുക. ആ റേറ്റിംഗ് ഒരിക്കലും പ്രാദേശിക ചാനലുകൾ നേടിയിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. പക്ഷേ അങ്ങനെ കീറിമുറിക്കുമ്പോഴും രാഷ്ട്രീയപരമായി വിമർശിക്കുമ്പോഴും ചില വ്യക്തിത്വങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തകനെ വിമർശിക്കുമ്പോൾ, ബോധപൂർവമായി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചില വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ അത്തരത്തിലുള്ള മാധ്യമങ്ങൾ നിശബ്ദമായി പോകുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ എന്ന് പറയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായി ഞാൻ പറയുന്നത്, വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പാണ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ചേലക്കരയിൽ വെച്ച് തൃശ്ശൂർ ജില്ലാ സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹവുമായി ഞാൻ ആദ്യമായി ഒരു വേദി പങ്കെടുക്കുന്നത്. അന്ന് 2 ദിവസം ഞാൻ അവിടെ താമസിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രാഷ്ട്രീയമില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളില്ലാത്ത, മതപരമായ വേർതിരിവുകളില്ലാത്ത, ജാതീയമായോ സാമ്പത്തികമായോ വേർതിരിവുകളില്ലാതെ ഏതൊരാളും സഹായം സ്വീകരിച്ചു വന്നാൽ അയാളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വം. ശരിക്കും അതല്ലേ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്? അതിനൊരു ബ്രാൻഡ് വേണ്ട, അതിനൊരു ലേബൽ വേണ്ട. എൻ്റെ മുന്നിലേക്ക് വരുന്ന ഏതൊരു സഹായിയുമായി വരുന്നവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമുണ്ട് എങ്കിൽ അയാൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനം. അങ്ങനെ വന്നാൽ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള മിനിസ്റ്റർ എന്തുകൊണ്ടും നമ്മുടെ ഭാഗ്യമാണെന്ന് മാത്രം ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും ദൃശ്യ TVയുടെ ചരിത്രം ഇവിടെ അവസാനിക്കുകയല്ല, ഇവിടെ തുടങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരോടും ഇവിടെ എത്തിയിട്ടുള്ള ക്ഷണം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി കമ്പനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സാധിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.